ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സുണ്ടൽ തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ വെള്ളക്കടല കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങ, ഒരു അല്പം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇടാമേ. പിന്നെ കുക്കുംബർ, അത് സലാഡ് വെള്ളരി എടുത്തിരിക്കുന്നത്, നാരങ്ങ, പിന്നെ സവാള അരിഞ്ഞത്, പഴുത്ത തക്കാളി, മല്ലിയില, പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന വെള്ളരി, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്. എത്ര ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. ഈ കുക്കുംബർ ഇടുന്നത് ഏറ്റവും ലാസ്റ്റിലേ ഇടാവൂ, കാരണം അതിൽ നിന്ന് വെള്ളമയം കൂടുതൽ ഇറങ്ങും. ഇതിനെടുക്കേണ്ടത് ഈ സാമ്പാറിൻ്റെ വെള്ളരി തന്നെയാണ്. പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ഞാൻ ഈ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വേവിച്ചെടുക്കുവാണെങ്കിൽ അന്നേരം ഇട്ടാൽ മതി. ഇത് ഞാൻ നേരത്തെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ എരിക്ക് ആവശ്യമായ അല്പം മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്തത് ചിക്കൻ മസാലയാണ്. ഇതിന് ചാറ്റ് മസാല കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. ആ മസാലയൊക്കെ ഒന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ ഈ പച്ചക്കറി ഒന്നും കുക്ക് ചെയ്തെടുക്കേണ്ടതല്ല കേട്ടോ, പച്ചയായിട്ട് തന്നെ അതിലിട്ട് മിക്സ് എടുത്താൽ മാത്രം മതി. നമ്മൾ ചൂടോടെ ഇത് വേവിച്ചെടുക്കുന്ന സമയമാണെങ്കിൽ പച്ചക്കറിയെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഞാനൊരല്പം കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റാണ്. പിന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളരി, സവാള, അങ്ങനെ അതിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ഓരോ പച്ചക്കറികൾ ലാസ്റ്റ് വേണം നമ്മുടെ ഈ സലാഡ് വെള്ളരിയോ ഒക്കെ ഇട്ട് കൊടുക്കാൻ. കാരണം സലാഡ് വെള്ളരിയെന്ന് വെള്ളം ഇറങ്ങും, അപ്പം നമുക്ക് ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. നമ്മൾ വെള്ളരിക്കായിട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ അങ്ങ് നഷ്ടപ്പെടും വെള്ളം ഇറങ്ങിയാൽ. അതൊന്ന് മസാലയെല്ലാം പിടിച്ച് വരുമ്പോഴത്തേന് പഴുത്ത തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ മല്ലിയിലയും കുക്കുംബറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണിത്. നമുക്കൊരു 4 മണിക്കോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തിയായ ഒരു ഫുഡാണ്, പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് ഡിന്നറായിട്ടോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ ഇത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും